ഇനി നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴല്ലേ ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു സെൽഫാണ് കാണിക്കുക. നമ്മളെന്താണോ അതായിരിക്കില്ല ചിലപ്പോൾ കാണിക്കുക. നമുക്ക് എപ്പോഴോ ഇതുപോലെയൊക്കെയാണ് ഞാൻ ആവേണ്ടതെന്ന് വിചാരിക്കുന്ന ഒരു സെൽഫായിരിക്കും ചിലപ്പോൾ കാണിക്കുക. ഇതാണ് പെർഫെക്റ്റ്. അതായത് നമ്മളിപ്പം എപ്പോഴും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം ഒരു പെൺകുട്ടീനെ. അതായത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല അല്ലെങ്കിൽ ചെക്കന്മാരാണെങ്കിൽ യു ലുക്ക് ഹാൻസം അങ്ങനെ ഉള്ളൊരു രീതിയാണ് ഉണ്ടാവുക. ഇത് കോൺഷ്യസ്ലി നടക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഇന്നവേ ഒരു സബ് കോൺഷ്യസ്ലി നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പക്ഷേ ഇത് പിന്നീട് ലൈഫിൽ അത് അങ്ങനെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. അതായത് അപ്പം തുടങ്ങിയതാണ് മാനിപ്പുലേഷൻ. അന്ന് എന്തായിരുന്നു അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ ബിഗിനിങ് എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? എവിടുന്നാണ് നമുക്ക് ഇതാണ്? അപ്പം എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദറ്റ് പേഴ്സൺ ഈസ്? അതെ, ആക്ച്വലി പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്കത് മാനിപ്പുലേഷൻ ആണോ അല്ലയോ എന്നുള്ളതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. അത് ഓർഗാനിക്കലി വരുന്നതാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ചില കാര്യങ്ങളൊക്കെ മിറർ ചെയ്യാൻ നോക്കി തുടങ്ങും. മിറർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കും ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളതുപോലെ പെരുമാറിയിട്ട് അവരുടെ ഇഷ്ടം വാങ്ങിക്കാം എന്ന് ആ ഇന്റൻഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ഓട്ടോമാറ്റിക്കലി അവരൊരു കോൺഷ്യസ്ലി മിറർ ചെയ്യുന്ന ഒരു തവണ അവർ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ടെൻഡൻസി വരില്ലേ? ഇപ്പൊ കുട്ടികളുടെ അടുത്താണെങ്കിൽ അവരൊരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവര് വീണ്ടും അത് ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാറില്ലേ? ഇതേ സാധനം എത്ര അഡൾട്ട്സ് ആണെന്നുണ്ടെങ്കിലും അവർ പോസിറ്റീവ്ലി നമ്മളടുത്ത് റിവാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇതിനെ മാനിപ്പുലേഷൻ എന്ന് പറയാൻ വയ്യ. പക്ഷേ ഈ പറയുന്ന എല്ലാ പരിപാടികളും റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേജസ് ഒന്നും ഫോളോ ചെയ്യാതെ നമ്മൾ ഒറ്റയടിക്ക് കമ്മിറ്റഡായി റിലേഷൻഷിപ്പിൻ്റെ എന്താ പറയുക വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ പോലെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ലേറ്റർ പാറ്റേൺസ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോണേ. ഇതിൽ ഇത്ര സമയം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റഡീസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1 year ഒക്കെ എടുക്കും ഒരാളുമായിട്ട് നമുക്കൊരു ഫ്രിക്ഷൻ വരാൻ, ഡിഫറെൻ്റ് ഒപ്പീനിയൻ വരാൻ. ആ ഡിഫറെൻ്റ് ഒപ്പീനിയൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഇരുന്ന് എങ്ങനെയാണ് സംസാരിക്കണത്, നമ്മളൊക്കെ അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നു. ചിലപ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ നമുക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട സ്പേസസ് വരുന്നു. ഇതൊക്കെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തെ 2-3 മാസത്തിലൊന്നും വരണമെന്നേ ഇല്ല. കാരണം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റും കോൺവെർസേഷൻസും ഒക്കെ വരുമ്പോഴേ ശരിക്കുള്ള ഒരാളുടെ നേച്ചറും ഒക്കെ നമുക്ക് പുറത്തു വരുള്ളൂ. ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ ആദ്യം കാണിക്കുന്നതിൽ ഒരാളങ്ങനെ കാണിക്കുന്നു പറയാൻ പറ്റില്ല. തിരിച്ച് മറ്റേ ആളും അങ്ങനെയൊക്കെ തന്നെയാണ് ബെസ്റ്റായിട്ടും നന്നായിട്ടുമാണ് പെരുമാറുക. അപ്പോൾ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടുപേരും അങ്ങനെയല്ലേ കൊടുക്കണേ? ആണും പെണ്ണും ഒരേപോലെയാണ് ഇനീഷ്യൽ സ്റ്റേജസിൽ അറ്റൻഷൻ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ മാറിപ്പോയി എന്നുള്ളതാവില്ല. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇപ്പം നമ്മൾക്ക് അറ്റൻഷൻ കിട്ടണില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആ അറ്റൻഷൻ തരുന്ന ഒരാളെയാണോ സ്നേഹിച്ചത്? എൻ്റെ ലാക്ക് ഓഫ് എന്താ പറയുക അറ്റൻഷൻ കിട്ടാതിരുന്നിരുന്ന ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തിരുന്ന ഇയാളുടെ ആ വേർഷനെയാണോ ഞാൻ സ്നേഹിച്ചത്? അതോ ശരിക്കുള്ള ഇയാളുടെ എല്ലാ കുറവുകളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള ആളെയാണോ ഞാൻ സ്നേഹിച്ചതെന്നുള്ള ഡിഫറൻസസ് അവിടെ എന്തായാലും കിടപ്പുണ്ട് അല്ലേ? ഇപ്പോൾ വേറൊരു കേസിൽ ഞാൻ പറയുന്നതിനോടെല്ലാം ഓക്കെ പറഞ്ഞിരുന്ന എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നിരുന്ന ഒരാളെയാണോ ഞാൻ ഈ റിലേഷനിൽ ഇഷ്ടപ്പെട്ടത്? ഇതൊക്കെയാണ് നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ പലപ്പോഴും. കാരണം ആ ഡിഫറെൻ്റ് ഒപ്പീനിയനൊന്നും നമ്മൾ ഇനീഷ്യലി പറഞ്ഞോളുന്നില്ല. കാരണം അതിനെക്കാട്ടിലും നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ആ ഇനീഷ്യൽ ഫ്യൂ മന്ത്സിൽ കിട്ടുന്നുണ്ടാവും. സോ അതൊക്കെ നമ്മൾ തന്നെ അറിയാതെ കണ്ണടച്ച് വിടുന്നുണ്ടാവും. സോ ഇറ്റ് ടേക്സ് ടൈം. സോ ടൈം കൊടുത്ര എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ടൈം കൊടുക്കണം. ഒരു 1 year ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഡിസിഷൻസിലേക്ക് പോകും. കമ്പാനിയൻഷിപ്പൊക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുറമെ കാണിക്കുന്ന ആ വേർഷനെ മാത്രമാണോ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് ടൈം എടുത്താലേ മനസ്സിലാവുള്ളൂ. ആൻഡ് പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണ ഒരു റിലേഷനിൽ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറെൻ്റ് ഒപ്പീനിയനൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ കാണിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക.
പലപ്പോഴും പല പോലെയാണോ? പല ടോപ്പിക്കിൽ, പല സാഹചര്യത്തിൽ, പല ആളുകളുടെ മുന്നിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഇതൊക്കെ പല 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 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആ പാർട്ട്ണറിനെ പറ്റി റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. അതൊക്കെ വാച്ച് ചെയ്യണം.